പെരിയ ഇരട്ടക്കൊലക്കേസിൽ കോടതി വിധിക്ക് പിന്നാലെ സിപിഎമ്മിനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും ജനങ്ങളോടും കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തോടും മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. പ്രതികളെ രക്ഷിക്കാൻ ഖജനാവിൽ നിന്ന് ചെലവാക്കിയ പണം സർക്കാരിലേക്ക് സിപിഎം സംസ്ഥാന കമ്മിറ്റി തിരിച്ചടയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 1 കോടിയോളം രൂപ നികുതി പണത്തിൽ നിന്ന്, നമ്മളെല്ലാം നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ചെലവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ. ആ പണം സിപിഎം സംസ്ഥാന കമ്മിറ്റി സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സിപിഎം സംസ്ഥാന കമ്മിറ്റി മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ, ഒരു ക്രൂരമായ ഇരട്ടക്കൊലപാതകം നടന്നിട്ടും ഇത്തരം സംഭവങ്ങൾ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് നടത്തിയതിന് കേരളത്തിലെ ജനങ്ങളോടും ആ കുടുംബത്തോടും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ക്ഷമാപണം നടത്തണം. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകാനാണ് സിപിഎം ശ്രമിച്ചതെങ്കിലും കൊലപാതകം സിപിഎം ആസൂത്രണം ചെയ്തതാണെന്ന് തെളിഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിയ ഇരട്ട കൊലപാതകം തേച്ചു മായ്ച്ചു കളയാൻ പരമാവധി ഗവൺമെൻറ് തലത്തിൽ തന്നെ നീക്കങ്ങൾ നടന്നതാണ്. അതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കോടതി വിധി എന്നാണ് എനിക്ക് പറയാം. സർക്കാർ ചെലവിൽ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സിപിഎം നടത്തിയതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇവരെടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ചെലവിൽ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. ആ മാതാപിതാക്കൾ നടത്തിയ ധീരമായ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ഈ കുറ്റക്കാരെ ശിക്ഷിക്കാനിടയായത്. പ്രതികളുടെ രക്ഷാധികാരി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും കോടതി വിധി സിപിഎമ്മിനേറ്റ കനത്ത തിരിച്ചടിയെന്നും ഷാഫി പറമ്പിൽ എം.പി. പ്രതികരിച്ചു. സിപിഎം നേതൃത്വം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ് പെരിയയിലേതെന്ന് കോടതി വ്യക്തമാക്കിയെന്ന് കെ രമ എം.എൽ.എ. പറഞ്ഞു. സിപിഎം നേതൃത്വം ഈ കൊല ആസൂത്രണം ചെയ്തതും അവർ നടത്തിയ കൊലപാതകവുമാണെന്ന് കോടതി ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സിപിഎമ്മിൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു എം.എൽ.എ. ആണ് ഇപ്പോൾ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ട് ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സിപിഎം അക്രമ പാർട്ടിയാണെന്ന് വീണ്ടും തെളിഞ്ഞെന്നായിരുന്നു ഡീൻ കുര്യാക്കോസ് എം.പിയുടെ പ്രതികരണം. പെരിയ ഇരട്ട കൊലപാതക കേസിൽ ഒടുവിൽ നീതി നടപ്പിലാവുകയാണ്. ഈ അവസരത്തിൽ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സിപിഎം നടത്തിയിട്ടുള്ള ആസൂത്രിതമായ എല്ലാ ശ്രമങ്ങളും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. കേസിൽ കുടുംബവുമായി ചർച്ച നടത്തി നിയമ പോരാട്ടം തുടരാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.